Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലം ബദാം ഷേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സാധാരണ ഒരു ബദാം ഷേക്ക് അല്ല, നമ്മുടെ വീട്ടിലുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർത്തിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം നിങ്ങൾ പലരും ഞാൻ 2 ആഴ്ച മുന്നേ ബദാം മിൽക്ക് ചൂടോടെ കുടിക്കുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാച്ചുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് തണുപ്പോട് കൂടി കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലം ബദാം ജ്യൂസാണ് കേട്ടോ ഇത്, അല്ലെങ്കിൽ ബദാം ഷേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ബദാം ഈ ഒരു ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റൊക്കെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി വിട്ട് കിട്ടും. അല്ലാതെ ഇതുപോലെ പെട്ടെന്നൊക്കെ ചെയ്യണ്ടെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ബദാം. ഇനി നമുക്കിത് തൊലി മുഴുവൻ ഇതുപോലെ കളഞ്ഞിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം മുഴുവൻ ബദാമും തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒന്ന് കട്ടയാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രക്ക് മാത്രമേ കട്ടയാക്കി ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓവർ കട്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ കട്ടയില്ലാതെ ലൂസായിട്ട് ചേർക്കട്ടിക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക, ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് ബദാമിലേക്ക് വെറും 5 ഈത്തപ്പഴം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കുരുവൊക്കെ കളഞ്ഞിട്ട് മീഡിയം സൈസിലുള്ള ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഈത്തപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷേക്ക് ഈത്തപ്പഴം ഷേക്ക് പോലെ ആയിപ്പോവും. അപ്പോൾ ചെറിയൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. പഞ്ചസാരക്ക് പകരമായിട്ട് നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറൊക്കെ ഉപയോഗിക്കുക, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ല, നല്ല ഫൈനായിട്ട് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബദാം ജ്യൂസ് അല്ലെങ്കിൽ ബദാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത്. നിങ്ങളെന്തായാലും ബദാമൊക്കെ പാലിലൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചവരായിരിക്കും പലരും. എന്നാൽ ഈത്തപ്പഴം ഇട്ടിട്ട് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തായാലും നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്